ഹായ്, വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാപ്പുട്ടി കോട്ടയ്ക്കൽ 25 വർഷത്തോളം ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്തിട്ടുള്ള, അത് വർക്ക് ചെയ്യലും അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആർട്ടിസ്റ്റാണ്. ഇപ്പൊ ഞാൻ 17 വർഷത്തോളമായിട്ട് നമ്മുടെ കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന്റെ പുറകു സൈഡിൽ, അതായത് പറപ്പൂർ റോട്ടിൽ ഡിസൈൻ ടു പ്രിന്റ് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ കോളേജ് നടത്തി വരികയാണ്. ഈ വീഡിയോസ് ഞാൻ ചെയ്യാൻ കാരണം, ഒരുപാട് പാരന്റ്സ് വിളിച്ചിട്ട് ചോദിച്ചു, പിന്നെ ബാപ്പുട്ടി എന്താണ് അവിടെ, പിന്നെ ഈ വർഷം നിങ്ങൾക്ക് വെക്കേഷൻ കോഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. കാരണം അതായത് ഒരുപാട് പാരന്റ്സ് ഇന്ന് കുട്ടികളുടെ ആശങ്കയാണ്. കാരണം എക്സാം കഴിഞ്ഞ് അതുപോലെ തന്നെ പിന്നെ ഇനി മൊബൈലിലൊക്കെ കളിച്ച് സമയം വേസ്റ്റ് ആക്കുമോ, അല്ലെങ്കിൽ വേണ്ടാത്ത കൂട്ടുകെട്ടുകളൊക്കെ കെട്ടിയിട്ട് എൻ്റെ കുട്ടി നഷ്ടമാകുമോ, അതായത് കുട്ടി വേണ്ടാത്ത രീതിയിലൊക്കെ പോകുമോ എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് രക്ഷിതാക്കൾ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ എല്ലാ രക്ഷിതാക്കൾക്കുള്ള ഒരു ആശങ്കയാണ് നമ്മളെ കുട്ടികളിൽ. ഇന്ന് മദ്യം, മയക്കുമരുന്ന് ഇതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. MDM പോലുള്ള ഒരുപാട് വിഷയങ്ങളിൽ നമ്മളെ കുട്ടികൾ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇതെല്ലാം വന്ന് പ്രശ്നമാകുന്നത് രക്ഷിതാക്കൾക്കാണ്. അപ്പോൾ എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോട്ടയ്ക്കൽ ഡിസൈൻ ടു പ്രിന്റ് കമ്പ്യൂട്ടർ കോളേജ് തികച്ചും അവധികാല കമ്പ്യൂട്ടർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഈ അവധികാല കമ്പ്യൂട്ടർ കോഴ്സുകൾ കൊടുക്കുന്ന മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് വെറും ഒരു പിന്നെ ടൂർ പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഒരു സിസ്റ്റത്തിൽ 4-5 കുട്ടികൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് കുട്ടികളുടെ ഫ്യൂച്ചറിലേക്ക് കമ്പ്യൂട്ടറിനോടുള്ള താല്പര്യം, അല്ലെങ്കിൽ റൈറ്റ് നൗ നമ്മുടെ ഈ കോഴ്സിൽ, അതായത് അവധികാല കോഴ്സിൽ കുട്ടികൾക്ക് നല്ലൊരു ബോധവൽക്കരണം കൊടുക്കുക. അതായത് പ്രത്യേകിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം അവധികാല കോഴ്സ് എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് വരുന്നുണ്ട്, സ്പോക്കൺ ഹിന്ദി വരുന്നുണ്ട്, സ്പോക്കൺ അറബിക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടൈപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ നമ്മൾ ഒരു 1 ഫിംഗർ 2 ഫിംഗർ കൊണ്ടൊക്കെ അടിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈപ്പ് റൈറ്റിംഗ് ഒരു 5 വർഷത്തോളം ഞാൻ ടൈപ്പ് റൈറ്റിംഗ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതായത് KGT, അതായത് കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ്റെ പിന്നെ സർട്ടിഫിക്കേഷനുള്ള ആളാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ അത്തരത്തിലുള്ള കീബോർഡിലും മോണിറ്ററിൽ നോക്കാതെ മാറ്ററിലേക്ക് നോക്കിയിട്ട് മാത്രം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് റിസൾട്ടുകളാണ്. നമ്മൾ വെക്കേഷൻ കുട്ടികൾക്ക് നമുക്ക് റിസൾട്ട് വന്നതാണ്. അതായത് കീബോർഡിലും മോണിറ്ററിൽ നോക്കാതെ മാറ്ററിലേക്ക് നോക്കിയിട്ട് മാത്രം അടിക്കുന്ന ഒരു സിസ്റ്റം. അത് റിസൾട്ട് കൊടുക്കാൻ കഴിയുന്നത് എന്തെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടറിന്റെ കൂടെ ഒരു കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടർ കൊടുത്തിട്ട് പിന്നെന്താണ് ഒരു ട്രെയിനർ ആ കുട്ടിയുടെ കൂടെ നിന്നിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയിലാണ്. അതും പഴയ മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ എന്താണ്, നമ്മൾ വർഷങ്ങൾ ഇരുന്നിട്ടാണ് നമ്മൾ ലോവർ ഹയർ ഹൈ സ്പീഡൊക്കെ പാസ്സാകുന്നത്. പക്ഷേ ഇന്ന് ഒരു ലോവർ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കമ്പ്യൂട്ടറിൽ ഉദ്ദേശിക്കുന്നത് ഒരു 15 മിനിറ്റിൽ ഒരു 1500 അക്ഷരം കീബോർഡിലും മോണിറ്ററിലും നോക്കാതെ അടിക്കുന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫീസ് തിരിച്ചു തരുന്നുള്ളതാണ്. എന്തായാലും പറയാനുള്ളത്, ഈ അവധിക്കാല സമയത്ത് കുട്ടികൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ കമ്പ്യൂട്ടർ സെന്ററിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്ക്, സ്പോക്കൺ ഹിന്ദി. ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്ക്, ഹിന്ദിയൊക്കെ എടുക്കുന്നത് 40 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള, അതായത് വിദേശത്ത് PR ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാർമാരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ MS ഓഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്പിംഗ് എന്ന് പറയുന്നത് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്ക് ഉണ്ട്. ഈ 4 ലാംഗ്വേജ് നമ്മൾ എന്താണ് കീബോർഡിൽ മോണിറ്ററിൽ നോക്കാതെ മാട്രിക് നോക്കിയിട്ട് കൂളായിട്ട് കുട്ടികൾ അടിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ. കാരണം അത് നമുക്ക് സാധിക്കാൻ കഴിയുന്ന, ആ റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്തെന്ന് വെച്ചാൽ, പിന്നെ കുറഞ്ഞ കുട്ടികളെ നമ്മൾ എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു മോർണിംഗിൽ 20 സ്റ്റുഡൻസ്, ആഫ്റ്റർനൂണിൽ 20 സ്റ്റുഡൻസ് എടുത്തിട്ട് മാത്രം കഴിഞ്ഞ വർഷമൊക്കെ ചെയ്യുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു 40 സ്റ്റുഡൻസ് ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ കുറഞ്ഞ കുട്ടികൾ എടുത്തിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫിക് ഡിസൈനറായിട്ട് പുറത്ത് വിടുകയാണ്. ഇപ്പോൾ വെക്കേഷനിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ ഒക്കെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികൾ ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ നിന്നൊക്കെ പിന്നെ ജോയിൻ ചെയ്യും. ഇപ്പോൾ രക്ഷിതാക്കൾ പറയും ഗ്രാഫിക് ഡിസൈനിങ് ഫുള്ള് തീരുമാനിക്കും. തീരൂല. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫോട്ടോഷോപ്പ് മാത്രം ഈ പ്രാവശ്യം ചെയ്യും, അടുത്ത വെക്കേഷനിൽ അടുത്ത സോഫ്റ്റ്വെയർ. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അവരൊരു പിന്നെ 10th ഒക്കെ കഴിഞ്ഞ് +1 +2 കഴിയുമ്പോൾ അവർക്ക് ഒരു പാക്കായിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനർ, ഒരു പ്രൊഫഷണൽ ഡിസൈനറായിട്ട് പുറത്തു പോകാനും പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ MS ഓഫീസ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും രക്ഷിതാക്കൾക്ക് ഒരു ആശങ്ക വേണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, അതായത് നിലവിൽ ഡിസൈൻ ടു പ്രിന്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളിലേക്ക് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട്, അതായത് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഡിസൈൻ ടു പ്രിന്റിനെ കുറിച്ചും എന്നെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കീഴിലുള്ള കമ്പ്യൂട്ടർ കോളേജുകളിൽ ഈ അവധികാല കമ്പ്യൂട്ടർ കോഴ്സിൽ നിങ്ങളെ കുട്ടികളെ ചേർത്താൻ നോക്കുക. അങ്ങനെ ചേർത്തി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കുട്ടികൾ മൊബൈലിൽ നിന്നും അതുപോലെ തന്നെ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മാറിക്കിട്ടും. കാരണം ഒരു 2 hours 3 hours ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുക, അത് എക്സ്പീരിയൻസ് ടീച്ചേഴ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിൽ ഉപരിയായിട്ട് മോട്ടിവേഷന്,
ഇപ്പോൾ പല കുട്ടികൾക്കും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും എല്ലാവരും അല്ല പറയുന്നത്, പല കുട്ടികൾക്കും പേരും അഡ്രസ്സൊക്കെ എഴുതാൻ പറ്റാത്തൊരവസ്ഥയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത്. വെറും ഒരു കമ്പ്യൂട്ടർ MS ഓഫീസ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ പെയിൻറ്റ് പഠിപ്പിക്കുക, വേർഡ്, എക്സൽ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഡിസൈൻ ടു പ്രിന്റ് ചെയ്യുന്നത് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ട് എന്ന് പറയുന്നത് മോട്ടിവേഷൻ കൊടുക്കാം. ഈ പിന്നെ മറ്റുള്ള കുറേ ആളുകളെ മുന്നിൽ നിന്നിട്ട് എങ്ങനെ സംസാരിക്കും എന്നുള്ള ആ ഒരു ക്ലാസ്, ഒരുപാട് പിന്നെ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ തികച്ചും നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരത്തെ ബാഡ് ഹാബിറ്റ്സ് മീൻസ് കുറേ സമയം മൊബൈലിലും അല്ലെങ്കിൽ പണ്ടത്തെ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിൽ പ്രത്യേകിച്ച് ഡിസൈൻ പ്രിൻറ്റിലൊക്കെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ മോട്ടിവേഷനോട് കൂടിയിട്ട് കുട്ടികളെ ഇറങ്ങുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു ആശങ്ക വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്തായാലും ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ, കാരണം നാളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് കുട്ടികളെ വലിച്ചു നീട്ടുമ്പോൾ വീണ്ടും കുട്ടികൾ നശിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ കോളേജിൽ എന്താണെന്ന് വെച്ചാൽ 2 മണിക്കൂർ 3 മണിക്കൂർ ക്ലാസ് വരുമ്പോൾ വരാനും പോകാനുള്ള ഒരു 1 hour 2 hour അങ്ങനെ എന്തായാലും ഒരു മോർണിംഗ് അങ്ങോട്ട് ഫില്ലാവും, അല്ലെങ്കിൽ ആഫ്റ്റർനൂണിലാണെങ്കിൽ ആഫ്റ്റർനൂൺ. അപ്പോൾ കുറച്ച് സമയം രക്ഷിതാക്കളൊന്ന് കെയർ ചെയ്താൽ മതി, ബാക്കിയുള്ള സമയം നമ്മളും കൂടി കെയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും സേഫാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ഡിസൈൻ ടു പ്രിന്റ് കമ്പ്യൂട്ടർ കോളേജിൽ അവധിക്കാല കോഴ്സുകൾക്ക് ചേർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോസ് ഞാൻ വൈൻഡപ്പ് ചെയ്യും.